Hello, my dear students. In the last class, we are already discussed about board meeting, shareholders meeting, then the annual general body meeting, extra ordinary meeting. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, മീറ്റിംഗ് ഓഫ് ഡിബഞ്ചേഴ്സ്, that already discussed and it is available in the YouTube also. Today I am going to discuss about requisites of a valid meeting or essentials of a valid meeting. ഒരു കമ്പനി മീറ്റിംഗ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പനി മീറ്റിങ്ങിൽ എന്തൊക്കെ സംഗതികളാണ് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എസെൻഷ്യാലിറ്റി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാം, ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടണമെങ്കിൽ എപ്പോഴും എ പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് മീറ്റിംഗ് ഷുഡ് പ്രോസസ് ദ ഫോളോവിങ് റിക്വസിറ്റ്സ്. താഴെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഒരു പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് മീറ്റിംഗ് ഉണ്ടാകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ലോ പ്രൊവൈഡ്സ് സർട്ടൻ പ്രൊവിഷൻസ് which are supposed to be followed by the company while holding various type of company meeting. കമ്പനി നിയമം വ്യക്തമായി പറയുന്നുണ്ട്, ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു മീറ്റിംഗ് വിളിക്കുമ്പം ഒരു കമ്പനിയിൽ എന്തൊക്കെ എസെൻഷ്യാലിറ്റീസാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് മുൻകൂട്ടി പറയുന്നുണ്ട്. എ മീറ്റിംഗ് മസ്റ്റ് ബി conducted according to the provisions provided in the law and article of association. കമ്പനി നിയമപ്രകാരവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ഒരു മീറ്റിംഗ് വിളിക്കേണ്ടത്. If these provisions are not followed while convening and conducting the മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഈ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടില്ലായെങ്കിൽ then the all proceedings of the meeting will be invalid. എന്നാൽ ആ മീറ്റിങ്ങിൻ്റെ എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ ആ മീറ്റിംഗ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഇൻവാലിഡായി മാറും. ഓക്കെ, അത് ആ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്തതായി മാറും. ദ ഫോളോവിങ് ആർ ദ പ്രീ റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. പ്രീ റിക്വസിറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നു, ബാക്കി പോയിന്റുകൾ താഴെ പറയാം. ഒന്ന്, ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഉണ്ടാകണം, നോട്ടീസ് ഉണ്ടാകണം, ഫോറം തികഞ്ഞിരിക്കണം, മീറ്റിങ്ങിന് അജണ്ട ഉണ്ടാകണം, ചെയർമാൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മീറ്റിംഗ് ആൻഡ് റെസൊല്യൂഷൻ റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. മീറ്റിംഗ് ഷുഡ് ബി പ്രോപ്പർലി കൺവീൻഡ്, നോട്ടീസ്, കോമ്പീറ്റിംഗ് അതോറിറ്റി, പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രോക്സി. ഇങ്ങനെയുള്ള കുറേ പോയിന്റുകൾ പറയുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രോപ്പർ അതോറിറ്റി. ഒന്നാമത്, ഒരു വാലിഡ് മീറ്റിംഗ് വിളിക്കണമെങ്കിൽ ഒരു പ്രോപ്പർ അതോറിറ്റി ഉണ്ടാവണം. ആരാണ് പ്രോപ്പർ അതോറിറ്റി? പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സാധാരണയായിട്ട് മീറ്റിംഗ് വിളിക്കേണ്ടത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് വിളിക്കാൻ പറ്റിയില്ല എങ്കിൽ മെമ്പേഴ്സിൻ്റെ ആവശ്യപ്രകാരം ട്രിബ്യൂണലിൽ മീറ്റിംഗ് വിളിക്കാം. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിളിച്ചില്ലെങ്കിൽ ട്രിബ്യൂണൽ, കമ്പനി ട്രിബ്യൂണൽ വിളിക്കാം. The proper authority to convene general meeting of a company is the board of directors. The board should pass a resolution to call the general meeting. ബോർഡ് അംഗങ്ങളുടെ മീറ്റിംഗിലാണ് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നത്. ഇഫ് ദ ഡയറക്ടേഴ്സ് ഡു നോട്ട് കോൾ ദ മീറ്റിംഗ്, ഡയറക്ടേഴ്സ് വിളിച്ചില്ല എങ്കിൽ നമുക്ക് ദ മെമ്പർ ഓർ ദ കമ്പനി ലോ ബോർഡ്, കമ്പനി ട്രിബ്യൂണലിൽ മെമ്പറുടെ ആവശ്യപ്രകാരം മീറ്റിംഗ് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ അതോറിറ്റിയാണ് മീറ്റിംഗ് വിളിക്കേണ്ടതാണ് ഒന്നാമത്തെ. അപ്പോൾ പ്രോപ്പർ അതോറിറ്റി വിളിച്ചാലേ മീറ്റിംഗ് വാലിഡ് ആവത്തുള്ളൂ. സെക്കൻഡ് വൺ, നോട്ടീസ് ഓഫ് മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസ് എന്താണ്? 21 ദിവസം മുമ്പ് മീറ്റിംഗ് കൂടുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അംഗങ്ങൾക്ക് കൊടുത്തിരിക്കണം, അതായത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. പ്രോപ്പർ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഷുഡ് ബി ഗിവൺ ടു ഓൾ ദ മെമ്പേഴ്സ് ആൻഡ് ഓൾ അതേഴ്സ് ഹു ആർ എൻഗേജ്ഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. മെമ്പേഴ്സിനും അതോടൊപ്പം തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മറ്റംഗങ്ങൾ, ഓഡിറ്റേഴ്സ് പങ്കെടുക്കാറുണ്ട്, ചിലപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ പ്രതിനിധി പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പങ്കെടുക്കുന്ന ആൾക്കാർക്കെല്ലാം നോട്ടീസ് അയച്ചിരിക്കണം. എ ജനറൽ മീറ്റിംഗ് മേ ബി കോൾഡ് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഓഫ് ലെസ് ദാൻ 21 days. സാധാരണ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാൻ 21 ദിവസം മുമ്പാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. If the notice of a meeting is not given to every person entitled to receive the notice, then any resolution passed at the meeting will of no effect, but accidental omission may be valid. മീറ്റിംഗ് നോട്ടീസ് കൊടുക്കാതെ വിളിക്കുന്ന മീറ്റിംഗ് വാലിഡ് അല്ല. പക്ഷേ ആരെങ്കിലും ഒരാളെ ആക്സിഡൻ്റലി വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു കാരണമായിട്ട് കണക്കാക്കാനും പാടില്ല. പക്ഷേ നോട്ടീസ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. 21 days നോട്ടീസ് കൊടുത്തിരിക്കണം. ആ നോട്ടീസിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക്, ഷെയർ ഹോൾഡേഴ്സിന്, ഓഡിറ്റേഴ്സിന്, അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സിനൊക്കെ അറിയിച്ചിരിക്കണം. അത് നോട്ടീസ് പബ്ലിഷ് ചെയ്യണം, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, മൂന്നാമത്തത് കോറം. കോറം എന്ന് വെച്ചാൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ്. അതായത് ഒരു മീറ്റിംഗ് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ മീറ്റിങ്ങിൽ മിനിമം ആൾക്കാർ ഉണ്ടായിരിക്കണം. കോറം മീൻസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹൂ മസ്റ്റ് ബി പ്രസൻറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് മീറ്റിംഗ്. ഒരു വാലിഡ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മിനിമം അംഗങ്ങളെയാണ് കോറം എന്ന് വിളിക്കുന്നത്. കോറം ഈസ് ജനറലി ഫിക്സ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ്. കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനാണ് കോറം പറയുന്നത്. 5 പേരാണ് പബ്ലിക് കമ്പനിയിൽ കോറമായിട്ട് പറയുന്നത്. പബ്ലിക് കമ്പനിയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മിനിമം 5 പേരുണ്ടെങ്കിലേ കോറം തികയുള്ളൂ. പ്രൈവറ്റ് കമ്പനി 2 ആണ്. അതുമായി ബന്ധപ്പെട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ പറയുന്നുണ്ട്. അതായത് 1000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ളൊരു കമ്പനിയിൽ 5 പേര് മതി. എന്നാൽ 1000-ന് മുകളിലും 5000-ന് താഴെയും ഷെയർ ഹോൾഡേഴ്സുള്ള കമ്പനിയിൽ 15 മെമ്പർ ഉണ്ടായിരിക്കണം. എന്നാൽ 5000-ന് മുകളിൽ ഷെയർ ഹോൾഡേഴ്സുള്ള ഒരു കമ്പനിക്ക് 30 മെമ്പർ ഉണ്ടായിരിക്കണം. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിൽ ഇത് 2 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5, 15, 30. 1000 വരെ 5, 1000 മുതൽ 5000 വരെ 15, 5000-ന് മുകളിലാണെങ്കിൽ 30 ആണ് കോറമായിട്ട് പറയുന്നത്. അപ്പോൾ കോറം എന്ന് വെച്ചാൽ മിനിമം നമ്പർ പ്രസൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ചെയർമാൻ. എ ചെയർമാൻ ഈസ് നെസറി ടു കണ്ടക്ട് ദ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ ചെയർമാൻ ഉണ്ടാവണം. ആരാണ് ചെയർമാൻ? മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ആളാണ്. ഏതൊരു മീറ്റിങ്ങും നിയന്ത്രിക്കുന്ന ഒരാളാണ് മീറ്റിങ്ങിൻ്റെ പ്രിസൈഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. അതാണ് ചെയർമാനാണ്. ഹീസ് ദ പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ മീറ്റിംഗ്. മീറ്റിംഗ് നിയന്ത്രിക്കുന്ന ആളാണ് ചെയർമാൻ എന്ന് പറയുന്നത്. അൺലെസ് ദ ആർട്ടിക്കിൾ ഓഫ് എ കമ്പനി അതർവൈസ് പ്രൊവൈഡ് ദ മെമ്പേഴ്സ് presently present in the meeting shall elect one of themselves to be the chairman of the meeting on a show of hands. ആരെയും തിരഞ്ഞെടുത്തില്ലെങ്കിൽ മീറ്റിങ്ങിൽ ആദ്യത്തെ മീറ്റിംഗ് തന്നെ അംഗങ്ങളെല്ലാം കൂടി യുനാനിമസ് ആയിട്ട് ഒരു ചെയർമാനെ തിരഞ്ഞെടുക്കും. അദ്ദേഹമായിരിക്കും മീറ്റിംഗ് നിയന്ത്രിക്കുന്നത്, അല്ലേ? ദ മെമ്പേഴ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൾ എലക്ട് എ ചെയർമാൻ ഓഫ് എ മീറ്റിംഗ്. ഹി പ്രിസീഡ് ദ മീറ്റിംഗ്. The entire responsibility for the smooth conduct of the meeting is vested in the hands of a chairman. ഓക്കെ, അയാളാണ് മീറ്റിംഗ് പ്രോപ്പറായിട്ടാണ് നടക്കുന്നത്, നോട്ടീസ് ഉണ്ടോ, കോറമുണ്ടോ, തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് ചെയർമാനാണ്. നെക്സ്റ്റ് വൺ, അഞ്ചാമത്തത് മിനിറ്റ്സ്. ഒരു മീറ്റിങ്ങിൽ ഉണ്ടാകുന്ന മിനിറ്റ്സ് ഉണ്ടാകണം. മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ് ആർ ആക്യുറേറ്റ്, കൺസൈസ് ആൻഡ് ക്ലിയർ. അതായത് ഒരു മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിരിക്കണം, അത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. മീറ്റിംഗ് മിനിറ്റ്സ് ആർ നോട്ട്സ് ദാറ്റ് ആർ റെക്കോർഡഡ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ നടക്കുന്ന അല്ലെങ്കിൽ മീറ്റിംഗ് കഴിയുന്ന സമയത്ത് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ്, അത് കൃത്യമായി സൂക്ഷിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? മിനിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ ഡോക്യുമെൻ്റാണ് മിനിറ്റ്. ദേ ഹൈലൈറ്റ് ദ കീ ഇഷ്യൂസ് ദാറ്റ് ആർ ഡിസ്കസ്ഡ്, അല്ലേ? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതോടൊപ്പം തന്നെ എന്തൊക്കെ മോഷൻസാണ്, അംഗങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു, അതിലേതൊക്കെ നിർദ്ദേശങ്ങൾ ഓട്ടിട്ടു, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, എന്തൊക്കെ പ്രമേയങ്ങൾ തീരുമാനിച്ചു. ദ മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ് ആർ യൂഷ്വലി ടേക്കൺ ബൈ ഡെസിഗ്നേറ്റഡ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്. എന്താണ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് സാധാരണയായിട്ട് എഴുതി തയ്യാറാക്കുന്നത്? ആ മിനിറ്റ്സ് എഴുതാൻ ഒരു അംഗം ഉണ്ടായിരിക്കും, സെക്രട്ടറി ആയിരിക്കും സാധാരണയായിട്ട് കമ്പനി മിനിറ്റ്സ് എഴുതുന്നത്. അദ്ദേഹം അത് കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ മിനിറ്റ്സ് എന്നുള്ളത് പിന്നെ പറയുന്നത് മിനിറ്റ്സ് കൃത്യമായിരിക്കണം, കള്ളത്തരങ്ങൾ മിനിറ്റ്സിനകത്ത് ഉണ്ടാകാൻ പാടില്ല. മിനിറ്റ്സ് എന്താണ്? കൺസൈസ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് കമ്പനിയുടെ പ്രോപ്പർ ഡോക്യുമെൻ്റായിട്ട് പെർമനൻറ്റ് ഫോമായിട്ട് സൂക്ഷിച്ചിരിക്കണം. പിന്നീട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ മിനിറ്റ്സ് ആണ് എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ, വോട്ടിംഗ് ആൻഡ് പോൾ. Whenever a matter put before a meeting, unanimity on that matter may not be obtained. ചില സാഹചര്യത്തിൽ ഒരു പ്രമേയം കൊണ്ട് ഒരു മോഷൻ ഒരു കാര്യം ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ചില സാഹചര്യത്തിൽ ആ തീരുമാനമെടുക്കാനായിട്ട് ഒരു ഏകീകൃത അഭിപ്രായം അവിടെ ഉണ്ടാവണമെന്നില്ല, യുനാനിമിറ്റി ഉണ്ടാവണമെന്നില്ല. ഇൻ സച്ച് എങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ദ ചെയർമാൻ മേ പുട്ട് ദ മാറ്റർ ടു വോട്ട്. ആ മാറ്റർ വോട്ടിനിടും. എന്നിട്ട് എന്ത് ചെയ്യുന്ന ആൾക്കാരുടെ ടു അസർട്ടൈൻ ദ വിഷസ് ഓഫ് ദ പേഴ്സൺ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരുടെ എന്താണ് അഭിപ്രായം എന്നറിയുന്നതിന് വേണ്ടി അത് മീറ്റിംഗ് എന്താണ് വോട്ടിനിട്ടിട്ട് ആ തീരുമാനം എടുക്കും. അപ്പോൾ പലതരത്തിലുള്ള തീരുമാനങ്ങളുണ്ട്. സിമ്പിൾ മെജോറിറ്റി വേണ്ട തീരുമാനങ്ങളുണ്ട്, 3% ഷെയർ ഹോൾഡേഴ്സ് സമ്മതിക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇങ്ങനെ എന്താണോ ആൾക്കാർ അറിയാൻ വേണ്ടി വോട്ടിംഗ് നടത്തും. വോട്ടിംഗ് സാധാരണ നടത്തുന്നത് ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞുകൊണ്ടായിരിക്കാം, ഷോ ഓഫ് ഹാൻഡ്സ്, കൈ ഉയർത്തുക, കൈ പൊക്കാൻ പറഞ്ഞുകൊണ്ടാകാം, അല്ലേ? ഷോ ഓഫ് ഹാൻഡ്സ് ആകാം. അല്ലെങ്കിൽ പോളിംഗ് നടത്തിയിട്ടാകാം. അംഗങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ പോളിംഗ് നടത്താം, അല്ലേ? അവിടെ എന്താണ് 1000 അംഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പോളിംഗ് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോളിംഗ് നടത്താം.
അതുപോലെ തന്നെ എന്താണ് ഇത് മെമ്പേഴ്സ് ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് ഓഫ് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ദേ മേ ഡിമാൻഡ് എപ്പോൾ കൈപൊക്കുന്നതിന് സമ്മതമല്ല എങ്കിൽ നമുക്ക് വോട്ടിംഗ് നടത്താനായിട്ട് ആവശ്യപ്പെടാം. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെയർമാനും വോട്ടിംഗ് നടത്താൻ പറയും. എങ്ങനെയാണ്? ഒരു ഷെയർ ക്യാപിറ്റൽ ബൈ എനി മെമ്പർ ഓർ മെമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ എ പേഴ്സൺ ഓർ ബൈ പ്രോക്സി ഹോൾഡിംഗ് ഷെയർസിൻ്റെ കമ്പനി. അതായത് അവിടെ 5000 വിച്ച് കൺഫർ ഓഫ് പവർ ടു വോട്ട് ഓൺ ദ റെസൊല്യൂഷൻ നോട്ട് ബീയിങ് ലെസ് ദാൻ 1/10 ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് പവർ റെസ്പെക്ട് ടു ദ റെസൊല്യൂഷൻ. അതായത് ടോട്ടൽ അംഗങ്ങൾ വോട്ട് ചെയ്യുന്ന ടോട്ടൽ അംഗങ്ങളുടെ 10 ഭാഗം ആൾക്കാർ വോട്ടിംഗ് നടത്തണമെന്ന് പറഞ്ഞാൽ, അതായത് ഷോ ഓഫ് ഹാൻഡ്സ് അല്ല, വോട്ടിംഗ് നടത്തണമെന്ന് പറഞ്ഞാൽ നടത്താം. അല്ലെങ്കിൽ 50,000 മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ പറയുകയാണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എടുത്തിരിക്കുന്ന ആൾക്കാർ പറയുകയാണ് വോട്ടിംഗ് നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് നടത്താം. പക്ഷെ കൈപൊക്കാം, വോട്ടിങ് അല്ലാത്ത രീതിയിൽ നടത്താം. അടുത്തതാണ് പ്രോക്സി. അടുത്ത ഒരാളാണ് പ്രോക്സി. ആരാണ് പ്രോക്സി? പ്രോക്സി എന്നുള്ളത് എവരി പ്രോക്സി ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ഡിസിഗ്നേറ്റഡ് ബൈ അനദർ ടു റെപ്രസെൻറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ അറ്റ് എ മീറ്റിംഗ് ഓർ എ പബ്ലിക് ബോഡി. ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു അംഗം പങ്കെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അയാൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അയാൾക്ക് വേണ്ടി മറ്റൊരാളെ നിയമിക്കുന്നു, അയാളെയാണ് നമ്മൾ പ്രോക്സി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു റിട്ടൺ ഓതറൈസേഷൻ അലോവിങ് വൺ പേഴ്സൺ ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് അനദർ. നമ്മൾ എഴുതി കൊടുക്കുന്നു, ഞാൻ എന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇന്നയാളെ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി ഇയാളാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോക്സിക്ക് എനിക്ക് വേണ്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കാം, ആ മാറ്റർ എന്താണ് ഡിസ്കസ് അതിൽ സംസാരിക്കാം, അതോടൊപ്പം തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശവും ഉണ്ട്. ഓക്കെ, എല്ലാ മെമ്പർക്കും പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള സെക്ഷൻ 149(1) പറയുന്നുണ്ട്. ഏതൊരു മെമ്പർക്കും പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഒരു മെമ്പർ അപ്പോയിൻറ്റ് ചെയ്താൽ മാത്രം ആ മെമ്പർക്ക് വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു. അയാൾക്ക് വോട്ട് ചെയ്യാം, അയാൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്ററിൽ അയാൾക്ക് അതിന് സംസാരിക്കാം. ഒരു മെമ്പർക്ക് ഒന്നിൽ കൂടുതൽ ആളെ പ്രോക്സി ആയിട്ട് എടുക്കാം. എ പ്രോക്സി മസ്റ്റ് ബി മെമ്പർ അൺലെസ് ആർട്ടിക്കിൾ ഡിക്ലെയർ നോൺ മെമ്പർ ആസ് എ പ്രോക്സി അവിടുത്തെ അംഗമാകാം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ പുറത്തുള്ള ഒരാളാണ് പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പ്രോക്സി ആകാം. പ്രോക്സിക്ക് അവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കാം, വോട്ട് ചെയ്യാം, ഒരു കാര്യം വോട്ടിടണമെങ്കിൽ അത് ആവശ്യപ്പെടാം, വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രോക്സിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് എലമെൻറ്റ് ഈസ് റെസൊല്യൂഷൻ. പ്രമേയം. എന്താണ് പ്രമേയം? ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യേണ്ട കാര്യം മുന്നോട്ട് വയ്ക്കുന്നു, അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. ആ മോഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. റെസൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഫോർമൽ ഡിസിഷൻ ഓഫ് എ മീറ്റിംഗ് ഓൺ എനി മോഷൻ പ്ലേസ്ഡ് ഇൻ ദ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ആൾക്കാർ കൊണ്ടുവരുന്നു, അതിനെ മോഷൻ എന്ന് വിളിക്കുന്നത്. ആ മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ, ഈ ചാപ്റ്ററിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡിസ്കസ് ചെയ്ത മാറ്റർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ചർച്ചയ്ക്ക് വയ്ക്കുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോർമൽ വേ ഇൻ വിച്ച് കമ്പനി ക്യാൻ നോട്ട് ഡിസിഷൻസ് that are made at the meeting of company members. In other words, when the motion is passed, it is called resolution. ഒരു പ്രമേയമാകുന്നത്, അതായത് ഒരു കാര്യം അഭിപ്രായപ്പെട്ടു, ആ കാര്യം മീറ്റിങ്ങിൽ ചർച്ചയ്ക്ക് വെച്ചു, ആ മീറ്റിങ്ങിൽ ചർച്ചയ്ക്ക് വെച്ച് ഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സായാൽ അതിനെ പ്രമേയം എന്ന് വിളിക്കുന്നു. റെസൊല്യൂഷൻ ഇസ് ദ ഡിസൈഡഡ് കൺക്ലൂഷൻ ഓഫ് എ മോഷൻ ഇൻ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് വന്ന ഒരു കാര്യത്തിൻ്റെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് പ്രമേയം. അതായത് ഇറ്റ് ഈസ് എ ഫോർമൽ ഓതറൈസേഷൻ, അതായത് ഒരു ഫോർമലായിട്ടുള്ള ഒരു അംഗീകാരമാണ്. ഓർ എക്സ്പ്രഷൻ ഓഫ് ആൻ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു സമ്മതം കൊടുക്കലാണ്. അവിടെ ഒരു ഡിസിഷനാകാം, ഒരു തീരുമാനമാകാം, ഒരു അഭിപ്രായമാകാം, ഒരു ട്രാൻസാക്ഷൻ ആകാം. ആ മീറ്റിങ്ങിൽ കൊണ്ടുവരുന്നു, ആ മീറ്റിങ്ങിൽ അത് ചർച്ചയ്ക്ക് വെച്ച് പാസ്സാക്കുമ്പോൾ അത് റെസൊല്യൂഷനായി മാറി. ഓക്കെ, ഫോർമൽ ആൻഡ് ഫൈനൽ ഡിസിഷൻ ഓഫ് എ മീറ്റിംഗ് ഈസ് കാൾഡ് ഓൺ എനി മോഷൻ പ്ലേസ് ബിഫോർ ദ മീറ്റിംഗ് ഈസ് കാൾഡ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ ക്ലിയർ ആയിരിക്കും, ഡെഫിനിറ്റ് ആയിരിക്കും, വിത്ത് ഓൺ മീനിങ് ആയിരിക്കും ഓൺലി, ആൻഡ് ദർ മസ്റ്റ് ബി കെയർഫുള്ളി വേർഡഡ് ആയിരിക്കും. ഇത് പ്രോപ്പർലി അപ്രൂവ് ചെയ്തിരിക്കും, പ്രോപ്പർലി കൺവീൻ ചെയ്ത മീറ്റിങ്ങിലായിരിക്കും റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഇതിൽ കളക്റ്റീവ് ഡിസിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. റെസൊല്യൂഷൻ 3 തരത്തിലുണ്ട്. റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ദ മീറ്റിംഗ് ഓർ ഓൾസോ കാൾഡ് ദ കളക്റ്റീവ് ഡിസിഷൻ ഓഫ് ദ. റെസൊല്യൂഷൻ പാസ്സാവുന്നത് മെജോറിറ്റി അംഗങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാകാം, അല്ലെങ്കിൽ കൂടുതൽ അംഗങ്ങളുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ റെസൊല്യൂഷനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. ഇതൊക്കെയാണ് ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. ഒരു ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസൊല്യൂഷൻ സിമ്പിൾ മെജോറിറ്റി 50% കൂടുതൽ ആൾക്കാരുടെ
ആൾക്കാരുടെ സമ്മതത്തോടു കൂടി പാസ്സാക്കിയാൽ അതിനെ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൻഡ് റെസൊല്യൂഷൻ ഈസ് പാസ്ഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് വോട്ട് ഈസ് കാൾഡ് ഓർഡിനറി റെസൊല്യൂഷൻ. Is a resolution passed by the shareholders of a company by a simple majority of votes, that is 50% or more. Special resolution is defined as it is passed at least that it is approved by 3/4, 75% of the votes cast by the shareholders. That's a it requires simple majority പോരാ, but it requires 2/3 അല്ലേ, അതായത് 75 യൂഷ്വലി 3/4 75%, 1/3 അംഗീകാരം വേണം. ഓക്കെ, ഇറ്റ് ഈസ് ജനറലി മീറ്റിംഗ് ഓഫ് ദ കമ്പനീസ് അറ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ദ മീറ്റിംഗ് ഈസ് ഹെൽഡ്. ഇതിനകത്ത് പറയുന്നത് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ആ നോട്ടീസ് അനുസരിച്ച് അംഗങ്ങൾ വന്നു. ആ നോട്ടീസിൽ റെസൊല്യൂഷൻ്റെ കാര്യം വ്യക്തമായി പറയും. അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ ആ റെസൊല്യൂഷൻ എന്താണ് 3/4 അംഗങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും. ഓക്കെ, അവിടെ 20 ദിവസത്തെ നോട്ടീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ നോട്ടീസിനകത്ത് എന്തിനു വേണ്ടിയാണ് മീറ്റിംഗ് വിളിക്കുന്നത്, സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കാര്യം പറയുന്നത്. സ്പെഷ്യൽ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈ സ്പെഷ്യൽ മാറ്റേഴ്സ് രജിസ്ട്രാർക്ക് 30 ദിവസത്തിനുള്ളിൽ പാസ്സാക്കിയിട്ട് അറിയിച്ചിരിക്കണമെന്ന് നിയമം പറയുന്നുണ്ട്. പബ്ലിക് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം, മെമ്മോറണ്ടത്തിൻ്റെ അൾട്ടറേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ അൾട്ടറേഷൻ, കമ്പനിയുടെ കോൺട്രാക്ട്സ് ആൻഡ് ഏതെങ്കിലും കോൺട്രാക്റ്റുകൾ കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ അൾട്ടറേഷൻ, കമ്പനി അൺയൂട്ടിലൈസ്ഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പനി എക്സ്പാൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസ് മാറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ നമ്മളെന്ത് വിളിക്കുന്നത്, ഈ പറയപ്പെടുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ മീറ്റിംഗ് വിളിച്ച് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക, 5 മാർക്കിന് ചോദിക്കും. ഒരു ഓർഡിനറി മാറ്റേഴ്സ് 51% ഭൂരിപക്ഷം മാത്രം മതിയുള്ളതാണ് ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ടത്. എന്നാൽ സ്പെഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ് അതിനകത്ത് മെജോറിറ്റി 3/4 മെജോറിറ്റി വേണ്ടുന്ന കേസുകളാണ് ഈ പറയപ്പെടുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ. എന്നാൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് പ്രത്യേക നോട്ടീസിൻ്റെ ആവശ്യം നിർബന്ധമില്ല. എന്നാൽ 21 ദിവസം മുമ്പുള്ള നോട്ടീസ് നിർബന്ധമാണ് ഓർഡിനറി. അടുത്ത് സിമ്പിൾ മെജോറിറ്റി കാര്യം പറഞ്ഞു, മറ്റടുത്ത് 3/4 മെജോറിറ്റി വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഓർഡിനറി റെസൊല്യൂഷനകത്ത് ചെയർമാൻ വോട്ട് ചെയ്യാം, സ്പെഷ്യൽ റെസൊല്യൂഷനകത്ത് ചെയർമാൻ വോട്ട് ചെയ്യാൻ പാടില്ല. റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ഓർഡിനറി റെസൊല്യൂഷൻ്റെ കാര്യം ആ പാസ്സാക്കിയ കോപ്പി രജിസ്ട്രാർക്ക് കൊടുക്കണ്ട. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷനകത്ത് പാസ്സാക്കിയ കാര്യങ്ങൾ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം. ദീസ് ആർ അബൌട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി. അപ്പോൾ എന്തൊക്കെയാണ് ഓർഡിനറി മാറ്റർ, സ്പെഷ്യൽ മാറ്റർ, മെജോറിറ്റിയുടെ കേസ്, നോട്ടീസിൻ്റെ കേസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്ന കേസ്, ചെയർമാൻ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ കോപ്പി ഓഫ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിനെക്കുറിച്ച്. ലാസ്റ്റ് വൺ, റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്, സെക്ഷൻ 150. അതായത് ഇവിടെ പറയുന്നുണ്ട്, in special notice required for any resolution, notice of the intention to move such a resolution shall be given by the company by members. അതായത് 1% കൂടുതൽ വോട്ടിംഗ് പവറുള്ള അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിംഗ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക നോട്ടീസ് കൊടുത്തിട്ട് മീറ്റിംഗ് റെസൊല്യൂഷൻ പാസ്സാക്കാം. അതായത് ഒരു മീറ്റിംഗ് വിളിച്ച് ഒരു പ്രത്യേക പ്രമേയം അവതരിപ്പിക്കാം. ഓക്കെ, ഇത് എന്താണ് മീറ്റിങ്ങിനെ പറ്റി വ്യക്തമായി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 14 ദിവസം കഴിഞ്ഞിട്ട് നോട്ടീസ് കൊടുത്ത് 14 ദിവസത്തിന് ശേഷം 3 മാസത്തിനുള്ളിൽ ഇത്തരം മീറ്റിംഗ് വിളിക്കുന്നു. ഇത് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നതാകാം, ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാകാം, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുന്ന രീതിയിൽ നടത്തുന്ന ഒരു റെസൊല്യൂഷനാണ് ഈ പറയപ്പെടുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. അതായത് 1% ഷെയർ ഹോൾഡിംഗ്, 1% ടോട്ടൽ വോട്ടിംഗ് റേറ്റുള്ള ആൾക്കാരോ അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള ആൾക്കാരാണ് നോട്ടീസ് കൊടുത്ത് ഈ മീറ്റിംഗ് വിളിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. പ്രൊവിഷൻ ഇൻ ദിസ് ആക്ട് ആസ് ആർട്ടിക്കിൾ സ്പെഷ്യൽ നോട്ടീസ് റിക്വയർഡ്. സ്പെഷ്യൽ നോട്ടീസ് റിക്വയർഡ് ആണ്. 14 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വിളിക്കാവൂ. പക്ഷേ 3 മാസത്തിനുള്ളിൽ മീറ്റിംഗ് വിളിച്ചിരിക്കണം, നോട്ടീസ് കൊടുത്തിരിക്കണം. ഈ സ്പെഷ്യൽ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്വർടൈസ്മെൻ്റായിട്ട് പത്രങ്ങളിൽ കൊടുത്തിരിക്കണം. അത്തരം മീറ്റിംഗ്, അതായത് പ്രത്യേക
പെട്ടെന്നൊരു അടിയന്തരമായിട്ടുള്ള, പക്ഷേ ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം സിമ്പിൾ മെജോറിറ്റി മതിയായിരിക്കും, പക്ഷേ പെട്ടെന്ന് വിളിക്കുന്ന ബോർഡ് മെമ്പേഴ്സ് അല്ലാതെ വിളിക്കുന്ന മീറ്റിങ്ങുകളാണ്, റെസൊല്യൂഷനുകളാണ്. സാധാരണ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പാസ്സാക്കാത്ത റെസൊല്യൂഷനാണ് ഈ പറയപ്പെടുന്ന സ്പെഷ്യൽ നോട്ടീസോടുകൂടി വോട്ടിംഗ് പവർ 1% കൂടുതൽ ടോട്ടൽ വോട്ടിംഗ് പവർ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള ആൾക്കാർക്കോ ഒരു കാര്യം മീറ്റിംഗ് വിളിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മീറ്റിംഗ് വിളിക്കാം. ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. നല്ലതുപോലെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.